Hello guys, welcome to our YouTube channel. Vibe with us. ഗൈസ്, നമ്മൾ വീണ്ടും കാവേരിയിൽ വന്നിരിക്കുകയാണ്. എന്തിനാ വന്നേ? പ്ലസ് ടുന്റെ റീയൂണിയൻ. പ്ലസ് ടുവിന്റെ റീയൂണിയൻ ആണെന്ന്. ബോയ്സ് ഒക്കെ ഉണ്ട്, അവർ കുറച്ചു പേരേ ഉള്ളൂ, എല്ലാരും വിളിച്ചിട്ടില്ല. പിന്നെ കുറെ പേർക്കൊന്നും വരാൻ പറ്റിയില്ല, പലരും പല സ്ഥലത്തൊക്കെ. അതെ അതെ അതെ. ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടി കാണിച്ചിരുന്നിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു മെമ്മറീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. അതെ, അതേ കണക്കത്തെ ഫ്രണ്ട്സ് പിന്നെ ലൈഫിൽ കിട്ടിയിട്ടില്ല. അതിന് മുന്നേ കിട്ടിയിട്ടില്ല, അതിന് ശേഷവും കിട്ടിയിട്ടില്ല. അപ്പൊ ഗൈസ്, നമ്മള് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഗൈസ്, ഇതാണ് ശില്പ, ഞങ്ങളുടെ പ്ലസ് ടു ഫ്രണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ അപ്സര. ഞങ്ങള് 9 പേരുണ്ട്, അതില് 3 പേര് ഇപ്പൊ വന്നിട്ടുണ്ട്. അല്ല, 4 പേര് വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. അതെ, ഒന്നും വരത്തില്ല, ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഓരോരുത്തർക്ക്. ഗൈസ്, ഇതാണ് ശ്രീകുട്ടൻ, അത് നമ്മളെ ആദിത്യൻ, അത് അക്ഷിത്ത്. പ്രവീൺ പറഞ്ഞു അവനെ വ്ലോഗിനകത്ത് കിട്ടരുതെന്ന്. തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്നും പറഞ്ഞു. അതെ, തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അവന് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ എടുക്കണം. ഒറ്റെന്തോ ഓടിപ്പോയി. അവന്റെ പാന്റിന്റെ കളർ മാറും. ഗൾഫിലല്ലേ? അളിയാ, ഒളിച്ചൊളിച്ചല്ലേ സത്യം. ആനയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സാധനം ഒളിപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ ഒരു സാധനം ഒളിപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയാം. എന്തൊരു സാധനം നിന്നെ ഒളിപ്പിച്ചേക്കട്ടെ? ഇപ്പോഴും അവൻ പഠിക്കാറുണ്ടോ? അവൻ എന്തിനാ പഠിക്കുന്നേ? ഇതാണ് സീദ്. നിന്നെ കാണാറില്ല, അവനെ റോഡിലേക്ക് വെച്ചാണ് കാണുന്നത് സീദിനെ. സീദ് ചില സമയത്ത് ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പറഞ്ഞു വന്ന് ബാക്കിലേക്ക് വന്ന് നിർത്തും, അപ്പഴാണ് കാണുന്നത്. അറിയാവോ എന്തോ? എടാ സീദ് ഒരു ക്വസ്റ്റ്യനാ. ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. പെണ്ണും വേണ്ട, ഒരു പിടക്കോഴിയും വേണ്ട. എടാ അക്ഷിത, നിനക്കോ? അങ്ങനൊന്നുമില്ലേ, ആരെങ്കിലും കിട്ടിയാ മതിയെന്നവന്. പെണ്ണിനെ കിട്ടിയാ മതിയല്ലേ? എടാ ആദിത്യ, എടാ ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഇങ്ങനെ സങ്കല്പങ്ങളെന്ന് പറഞ്ഞാൽ അധികം പൊസിറ്റീവ്നെസ് ഒന്നും ആവരുത് എന്നെ മനസ്സിലാക്കി. നിനക്കോ? എനിക്കില്ല. അവ പെണ്ണ് വേണ്ടേ? കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കുണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുണ്ടിലാ? കുണ്ടെന്തിനാണ്? കുണ്ടെന്ന് പറയുമ്പോ ചെളി കുണ്ട്, അതില്ലേ ആ കുണ്ട്. കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. വേണ്ട, വേറെ നീ പറ. എന്തിനാണ്? കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. രണ്ടുമൂന്നുണ്ടോ? കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. മതി. കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു.
മതിയില്ലേ? മതി മതി. കണ്ണീന്ന് വെള്ളം വരും. ചെയ്ത് പറയണ അയ്യോ, ചെയ്ത് പറയത്തില്ല. പറയണ ഈ വ്ളോഗിനോട് വലിയ താല്പര്യമില്ല. റീൽ വേണ്ട. വാ പറ. എന്തോ ദേവി കിണ്ടിയായപ്പോ കിണ്ടിയുണ്ട് കുണ്ടിൽ വീണു. അവൾ ഇന്നലെ രാത്രി ഇതാണ് പറ. ഒരു താല്പര്യമില്ല. ഇതെടു വളിയെടുത്ത് പുള്ളിയിലടിക്കും. കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട കുണ്ടിൽ വീണു. കിണ്ടി ദേവി കുണ്ടി കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുണ്ടി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത് ഓഡിറ്റോറിയം. കല്യാണം അവിടെ ശ്രദ്ധിക്കും. അല്ല അങ്ങനെ ഒരു പെണ്ണിട്ടുണ്ട്. സത്യം 50 രൂപ കൊടുക്കണോ? 100 രൂപ എടുത്ത് എടുത്തു വല്ലാത്ത പ്രശ്നം. കഷ്ടപ്പാട് നോക്കി അമൃത എന്നോടാ കഷ്ടപ്പാട് തന്നെയാണ്. സത്യം. അതൊന്നും വേണ്ട. ഇന്ന് പാമ്പ് നേരെ കിടക്കുന്നു. അന്ന് അതിപ്പോ ചുരുണ്ടി കിടന്ന പാമ്പ. എടുക്കുന്ന എനിക്ക് പേടിയാ. നീ എടുക്ക്. ഞാൻ കഴുത്തി കൂടി ഇട്ടായിരുന്നു. നീ എടുക്കും. ഞാൻ ഇട്ടായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല വേറെ. സോറി, നിന്ന് കറങ്ങണോ? കണ്ടാ കൊച്ചി ഇറക്കം ഒറ്റയ്ക്ക് ഇരുന്ന് കറങ്ങുന്നതാണ്. നീക്ക് ഇങ്ങനെ നടന്നോ? ധൈര്യമില്ലാത്ത ചെറുക്കന്മാരാ, പാമ്പിനെ അവരെ പേടി. അതെ, എന്തൊരു ചെറുക്കന്മാരാ. 10-15 വയസ്സായി. 18, 20, 21 വയസ്സായി. ഇവരെ കണ്ടപ്പെടുന്നില്ല. 25 19 വയസ്സേ ഉള്ളു പയ്യന്. പൊക്കൊക്കെ കണ്ടോ? പൊക്കൊക്കെ കണ്ടു. കാണിക്കും. കറക്കടാ. തോന്നുന്നതാ. ഇല്ലില്ല, നിർത്തിക്കൊറാ നിർത്തിക്കൊറാ. ഡോർ എവിടെ? അപ്സര അപ്സര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഓഹോ, ശില്പ എങ്ങനെയുണ്ടായിരുന്നു?
പെമ്പിള്ളേര് കയറി, ആമ്പിള്ളേര് കയറില്ല. നാണക്കേട് തന്നെ അവന്മാർക്കൊന്നും ഒരു ധൈര്യമില്ലാത്ത പയ്യന്മാരാ. ഇല്ല 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 കേറി കിട്ടത്തോള്. അയ്യേ നാണക്കേട്, അയ്യേ 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 അയ്യേ. ശ്രീകുട്ടം പുഷ്പ എക്സ്പീരിയൻസ് സൂപ്പർ. ഛർദിക്കോ എന്ന് പറഞ്ഞ സ്പീഡ് പോരെന്നല്ലേ? ഛർദിക്കൂ ഛർദിക്കൂ. ഓ എല്ലാണോ മഞ്ഞ് ഒന്നൂടാ ഒന്നൂടാ വാടകയ്ക്ക് സ്ഥലമുണ്ടോ? നാണക്കേട്. CHM പിള്ളേരൊക്കെ കാണുന്നയാ. ഇവിടെ വാ. കയറാൻ പറ്റുന്നു. ഷാറിനും കയറാം. അയ്യോടാ അയ്യോടാ നിനക്ക് ഇല്ലാത്തോണ്ടായിരിക്കും ഇവിടെ തോന്നുന്നത്. പൊട്ടിച്ചണിയത് ദുഷ്ട. ഇതിനാണല്ലോ എന്റെ വാങ്ങിച്ചോണ്ടേ. മതിലാടുന്നാണെങ്കിൽ ഇപ്പുറത്തെ കാല് പോയി. അപ്സരയ്ക്കും അതിലൊക്കെ ചാടി നല്ല പരിചയമുണ്ട്. പിന്നെ അല്ലാണ്ട് ചെയ്ത് നിനക്ക് മതിലയോട് അറിയാമോ നോക്കട്ടെ. കേറ്. ആന്ന് നിനക്ക് അറിയാത്ത ഇൻവെർട്ടർ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു സാന്ദ്ര ഇന്നത്തെ എക്സ്പീരിയൻസ്? വൈറ്റുണ്ടായിരുന്നു. വളരെ നല്ലതായി. ഇതുവരെ തലർക്കം മാറാതിരിക്കുവാണ്. ഛർദിക്കാൻ മുട്ടിയിരിക്കുന്ന എല്ലാം പോയി. ഇപ്പൊ കുഴപ്പമില്ല. നിനക്കോ? നിനക്കോ? നീ എന്റെ ഒന്ന് മിണ്ടാ. അവൻ ഓക്കെ അല്ലെങ്കിലും ഇങ്ങനെ ഇരിക്കത്തോളൂ. നിനക്കോ? ചെറുതായിട്ട് തലർക്കുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങോട്ടൊന്നും കണ്ടില്ല, എല്ലാം കറങ്ങി കണ്ടിട്ട് പോവാം. ബാ. സാധാ എടാ ഹോസ്പിറ്റലാണ്. യമു യമു യമു. കരിപ്പൊന്നും വേണ്ടാട്ടാ. പൊക്കം കാണിക്കുന്നുണ്ടോ? നിന്നെ കാട്ടി ഉണ്ടെന്ന് വാഴ തുറന്നു വെച്ചേക്കുന്നു. നിങ്ങളിത് യമുവാണോ? നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അപ്പുറത്ത് വാ. അപ്പുറത്ത് നിന്റെ അത്രയുണ്ട്. നിന്നെ പട്ടിക്ക് ആളെ നിങ്ങളത് പെണ്ണാടാ. ആര് പറഞ്ഞു? ആണ്ടേ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ നമ്മളൊന്നാണ്. ഇതാറാ നടക്കുന്നത്. പെണ്ണടാ പെണ്ണ എടാ എന്നെ പൊട്ടിച്ചില്ലേ മുടി അതിനെ നമ്മൾ പോണു. എല്ലാവർക്കും പറയണ പറയണ എല്ലാവർക്കും എന്റെ വോട്ട് കൊടുക്കണം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് 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 അല്ല ക്രിസ്മസ് ക്രിസ്മസ്. ആസ്മകൾ അവന് മലയാളം അറിയും കേട്ടാ. ഇപ്പൊ താക്കും. അതിന്റെ അകത്തൂടെ
ഗൈസ് ഇതാണ് മുയലും കുഞ്ഞ്. അങ്ങനെ കിട്ടി കിട്ടി മുയലിന്റെ വാ വരെ കിട്ടി. അവന്തോ എല്ലാം തരിച്ചു കിടന്നതാണ്. അയ്യോ ഇവ ആണ്ട് ഇത് വളഞ്ഞിരിക്കുന്നുണ്ട്. ഈ ആട് കിടന്ന് തലയിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഭയങ്കരമായിട്ട് ഇടിക്കും. സുഭാഷേ കൊള്ളാം. മേടിക്കോലും ഇല്ല. അനങ്ങി അതിന് കുലുക്കം പോലും ഇല്ലായിരുന്നു. ആരോടാ അത് കിടന്ന് കറങ്ങുന്നു. കൈ നിറച്ചെങ്കിൽ സീന്റെ കൈ നോക്കി. ഗൈസ് സീത് പാമ്പിനെ പിടിക്കാൻ പോണു. പാമ്പേ എന്തിനാ വിരിങ്ങിയതേ ഉള്ളെന്ന് തോന്നല്ലേ. ഇങ്ങനെ പറഞ്ഞു എടുക്കണമെന്ന്. അങ്ങനെയല്ല, പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് ഇത് വിഴുങ്ങത്തേ ഉള്ളൂ, കടിക്കത്തില്ല. പാപ്പറ്റിനെ വിഴുങ്ങാനുള്ള ആ ഒരു സൈസാണ്. നീ എടുക്ക്. ഇത് പാപ്പറ്റിനെ വിഴുങ്ങോ? ഇല്ല, ഇതിപ്പോ കുഞ്ഞല്ല, 9 മാസമാണ്. ഇത് റാബിറ്റിനെ വെള്ള എലി. സൈഡിന് വെള്ള ഷർട്ടൊക്കെ ഇട്ട് എട് 50 രൂപ പേയ്മെന്റ്. നമ്മൾ അന്ന് വന്നപ്പോ ഉരുണ്ട് കിടക്കുമായിരുന്നു തന്നെ. എന്തൊക്കെ ചോദിക്കുന്നു. പാമ്പ് വീട്ടിൽ എത്തിക്കണ്ടേ. വിളിക്കാടാ. അങ്ങനെ പാമ്പിനെ പിടിച്ചിട്ട് കഴുത്തിട്. അതിന് ഇങ്ങനെ പിടിച്ച് തൊട്ടിട്ട് പാമ്പെല്ലാം തോന്നണോ? ഇട്. അതിനെ പിടിച്ച് വലുതാക്കി കഴുത്തിലിടാ. എടാ പിടിച്ച് ഇട്ട് കൊടുറാ. ചേച്ചിനെ പിടി കഴുത്തിട്ട് കൊടുക്ക. നീ കഴുത്തിട്ടാ മതി. കഴുത്തിട്ടാ പേടിയാവുന്നാടാ. അതിനെ പിടിച്ചിങ്ങനെ വലുതാക്ക്. വലിക്കാനോ? എനിക്ക് വേണ്ട. തറയിലൊന്നും ചെയ്തേ. ഇതെന്തിങ്ങനെ കഴുത്തി ഇട്ട് കൊടുക്കണം. ഇത് അവ അതിനെ പിറ്റി ചീന്തും. അതിനങ്ങനെയൊക്കെ നിർത്താനെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോ. ഓഹോ അതിന് തറയിടും. അത് പിടിച്ചിരിക്കുന്നത്.
ഷർട്ടിൽ ഗ്രിപ്പ് കിട്ടത്തില്ലേ ഒരു ഉമ്മ കൊടുത്ത അവന് മാല ഇഷ്ടപ്പെട്ടാ. ചെയ്ത് നമ്മളെങ്ങോട്ടാ പോണത്? കരിയിലെ കിളിയിലോട്ട്. കരിയിലെ കിളി പൈസ 1,00,000 രൂപ. ഷെയർ. 1.55. അതെ സെറ്റ് ചെയ്ത് നിനക്ക് 29 പോരെ. ഏയ് നീ ഇട്ടാ ഇല്ല, ആവട്ടില്ല. അവന്റെ ആണ്ടെ. അപ്പൊ എനിക്ക് എണ്ണ അടിക്കാൻ വേണം. 400 കയ്യില് ഒരുത്തയുടെ എണ്ണി പറക്കുന്നു. വണ്ടി ഞാൻ പറഞ്ഞു ആവശ്യത്തെ എണ്ണി പറക്കുന്നു. ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ അല്ല. കാരണം യവന്റെ വണ്ടി ചുമ്മാ സമയം പോയി. Guys, അവിടെ പോയി ചുമ്മാ സമയം പോയി. ഒന്നും കിട്ടിയതുമില്ല. അവിടുത്തെ സാധനങ്ങളെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവുകയാണ്. അടുത്ത നമ്മള് കലക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ, അവസാനിച്ചിരിക്കുകയാണ്. ഇനി മിസ് യു. അതെ അതെ, അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇനി നമ്മൾ ഉടനെ ഇങ്ങനെയൊന്നും കാണത്തില്ല. കാണാമായിരിക്കാം പലയിടത്ത് പോകും ഗൈസ്. എറണാകുളമാണ് ഗൈസ്, എത്തിയാണ്. പിന്നെ വേറെ ഒരാള് മൂന്നാറ്, അതെ മൂന്നാർ, അങ്ങനെ ദൂരെ ദൂരെയൊക്കെ പഠിക്കുന്ന പിള്ളേരാ. പിന്നെ ഒരാള് കൊട്ടാരക്കര. അപ്പം എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല അവരെ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും, വീണ്ടും വ്ലോഗ് എടുക്കുന്നതായിരിക്കും. അതെ ഗൈസ്, സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.